ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ബിജെപി എംപി ഭദോഹി എംപി രമേശ് ബിന്ദിനെയാണ് സമാജ്വാദി പാർട്ടി മിർസാപൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ബി.ജെ.പിക്ക് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന മിർസാപൂരിൽ ബി.ജെ.പി എംപിയായ രമേശ് ബിന്ദിനെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രമേശ് ബിന്ദിന് ഇത്തവണ സീറ്റ് നിഷേധിച്ചിരുന്നു. മിർസാപൂർ ജില്ലയിലെ ബദോഹി മണ്ഡലത്തിലെ ബി.ജെ.പി എംപിയാണ് രമേശ് ബിന്ദ്. എന്നാൽ രമേശ് ബിന്ദ് ഇത്തവണ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വലിയ അതൃപ്തിയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മിർസാപൂർ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി രമേശ് ബിന്ദിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നിഷാദ് പാർട്ടി, അതായത് ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയിലെ എം.എൽ.എ ആണ് ഇത്തവണ ബി.ജെ.പി ബദോഹി മണ്ഡലത്തിൽ പരിഗണിച്ചത്. ഇതിനെ തുടർന്നാണ് രമേശ് ബിന്ദിന് അവിടെ സീറ്റ് നിഷേധിക്കുകയും പിന്നീട് വലിയ അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നത്. നിതിൻ, അതുപോലെ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. കഴിഞ്ഞിടയ്ക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇതേപോലെ തന്നെ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അവർ കാത്തുനിന്ന് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖർഗെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു. ഈ സംഭവം എന്താണ്? ഈ അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും ഒന്നും ഹെലികോപ്റ്റർ പരിശോധിക്കുന്നില്ലല്ലോ എന്നൊക്കെ കോൺഗ്രസ് ചോദിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഇന്നലെ ബീഹാറിലെ സമസ്തിപൂരിലാണ് സംഭവം ഉണ്ടായത്. ബീഹാറിലെ സമസ്തിപൂരിൽ മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കുന്ന ഈ പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിൽ ഈ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ബീഹാർ പോലീസും പരിശോധന നടത്തിയത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററും സമാനമായ നിലയിൽ തന്നെ പരിശോധന നടത്തിയിരുന്നു. അതിന് മുൻപ് തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ ഹെലികോപ്റ്ററും സമാനമായ നിലയിൽ തന്നെ ഒരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന ഒരു നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നീക്കമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മല്ലികാർജ്ജുൻ ഖർഗെ ഈ പോളിംഗ് ശതമാനത്തിന്റെ കൃത്യമായ കണക്ക് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൊമ്പ് കോർക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തും NDA നേതാക്കൾ ഇത്തരത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ NDA നേതാക്കളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്താതെ പ്രതിപക്ഷ നേതാക്കളെ മാത്രം ഒരു സംശയത്തിന് നിലയിൽ നിർത്താനുള്ള നീക്കമായിട്ടാണ് ഇതിനെ ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ സൂചിപ്പിച്ച് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.